ആർ ബാലകൃഷ്ണപിള്ളയുടെ വിൽപത്രത്തിലെ ഒപ്പ് വ്യാജമല്ലെന്ന് ഫോറൻസിക് റിപ്പോർട്ട്. മകൾ ഉഷ മോഹൻദാസാണ് സ്വത്ത് തർക്കത്തെ തുടർന്ന് വിൽപത്രത്തിലെ ഒപ്പ് വ്യാജമാണെന്ന് ആരോപിച്ച് കോടതിയെ സമീപിച്ചത്. എന്നെക്കുറിച്ച് വന്ന ആരോപണങ്ങൾ എല്ലാം തെറ്റായിരുന്നുവെന്ന് കാലം തെളിയിച്ചതിൽ വളരെ സന്തോഷമെന്ന് KB ഗണേഷ് കുമാറും പറഞ്ഞു. 2021 ആർ ബാലകൃഷ്ണപിള്ളയുടെ വിൽപത്രത്തിലെ ഒപ്പ് വ്യാജമാണെന്ന് ആരോപിച്ച് മകൾ ഉഷ മോഹൻദാസ് കോടതിയെ സമീപിച്ചത്. കോടതി ഉത്തരവ് പ്രകാരം ഫോറൻസിക് നടത്തിയ പരിശോധനയിൽ വിൽപത്രത്തിലെ ഒപ്പ് വ്യാജമല്ലെന്ന് കണ്ടെത്തി. ഇതിനായി ആർ ബാലകൃഷ്ണപിള്ളയുടെ മുൻകാല ഒപ്പുകൾ ഫോറൻസിക് സംഘം പരിശോധിച്ചിരുന്നു. വ്യാജ ഒപ്പിട്ട് KB ഗണേഷ് കുമാർ സ്വത്ത് തട്ടിയെടുത്തെന്നായിരുന്നു പരാതി. മാത്രമല്ല, മുഖ്യമന്ത്രിയെ പോലും ഗണേഷ് കുമാർ തെറ്റിദ്ധരിപ്പിച്ചെന്നും ഉഷ മോഹൻദാസ് അക്കാലത്ത് ആരോപിച്ചിരുന്നു. നിയമപരമായി തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഗണേഷ് കുമാറിനായി. സത്യം തെളിയുന്നതിൽ ഒത്തിരി സന്തോഷം. തന്നെക്കുറിച്ച് വന്ന ആരോപണങ്ങൾ എല്ലാം തെറ്റായിരുന്നുവെന്ന് കാലം തെളിയിച്ചതിൽ വളരെ സന്തോഷമുണ്ടെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഈ വിഷയം ബഹുമാനപ്പെട്ട കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമായതുകൊണ്ട് അതിനെക്കുറിച്ച് വിശദമായി ഒന്നും പറയാനില്ല. ഇത്തരത്തിൽ എൻ്റെ പിതാവിൻ്റെ ഒപ്പും ഞാൻ അനുകരിച്ചിട്ടു എന്നെല്ലാം പറഞ്ഞ് പ്രചരിപ്പിച്ച് സമൂഹമധ്യത്തിൽ ബഹുമാനപ്പെട്ട കോടതിയിലും സമൂഹമധ്യത്തിലും എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സത്യം തെളിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ ഫോറൻസിക് പരിശോധനയിൽ ഇത്തരത്തിൽ വ്യാജ ഒപ്പല്ല, അദ്ദേഹത്തിൻ്റെ തന്നെ ഒപ്പാണ് ഇത് തെളിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. നിയമ നടപടികൾ മറ്റു തുടർന്നുള്ള നിയമ നടപടികൾ ബഹുമാനപ്പെട്ട കോടതിയാണ് തീരുമാനിക്കുന്നത്. എങ്കിലും ഒരു തെറ്റ് ചെയ്യാത്ത ഒരാളിന് അത് അംഗീകരിച്ച് കിട്ടി എന്നുള്ളതിൽ ഒത്തിരി സന്തോഷം. സത്യം ഇപ്പോഴും മറഞ്ഞിരിക്കും. അത് കുറച്ച് ദിവസം കഴിഞ്ഞ് പുറത്തു വരും. കള്ളം പറയുന്നതായിരിക്കും ആദ്യം ഉയർന്നു കേൾക്കുന്നത്. ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞാലും ഒടുവിൽ സത്യം തെളിയുക തന്നെ ചെയ്യുമെന്നും മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. കൈരളി ന്യൂസ്, കൊല്ലം.